ഇത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അംബേദ്കർ ഇത് എത്ര കൃത്യമായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയ 40 മുതൽ 47 വരെയുള്ള കാലഘട്ടങ്ങളിൽ നിരന്തരം അംബേദ്കർ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. 1940 പൂനെ പാക്ടിന്റെ ശേഷം ബംഗാൾ SC ഫെഡറേഷൻ, ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ കോൺഫറൻസ്, അംബേദ്കർ ടോൾഡ് ദ ബംഗാൾ ഷെഡ്യൂൾ ഫെഡറേഷൻ ഡെലിഗേഷൻ വിച്ച് ഇൻക്ലൂഡഡ് മണ്ഡൽ. ഇദ്ദേഹം ഇവരുടെ ഫെഡറേഷൻ ഉണ്ട്, SC ഫെഡറേഷൻ, അവരെ ബംഗാൾ ഘടകത്തിൽ അദ്ദേഹം പോയി സംസാരിക്കുന്നുണ്ട് അംബേദ്കർ. അപ്പൊ മണ്ഡൽ ഉൾപ്പെടെയുള്ളവർ അതിനുള്ളുണ്ട്. മുസ്ലിം ലീഗ് ഈസ് നോട്ട് യുവർ ഫ്രണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തല്ല. ദേ വിൽ യൂസ് യു ആസ് വോട്ട് ബാങ്ക്. നിങ്ങളൊരു വോട്ട് ബാങ്ക് ആയിട്ട് അവർ ഉപയോഗിക്കും against Hindus today and will slaughter you tomorrow the moment they don't need you. നിങ്ങളെ ഇപ്പോൾ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് ഉപയോഗിക്കും, പക്ഷെ നാളെ നിങ്ങളെ ആവശ്യമില്ല എന്ന് മനസ്സിലാവുന്ന ആ നിമിഷം നിങ്ങളെ അവർ കൂട്ടക്കൊല ചെയ്യും എന്ന് അംബേദ്കർ ബംഗാളിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ മീറ്റിംഗിൽ, മണ്ഡൽ കൂടിയുള്ള മീറ്റിംഗിൽ പറയുന്നുണ്ട്. They will use you as a vote bank against Hindus today and will slaughter you tomorrow the moment they don't need you. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു സ്വിച്ച് 1943. In Bengal, scheduled caste leaders have placed themselves in the camp of Muslim League. ബംഗാളിലെ ഷെഡ്യൂൾ കാസ്റ്റ് ലീഡേഴ്സ് എല്ലാം മുസ്ലിം ലീഗിന്റെ ക്യാമ്പിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. They think the league will emancipate them. ലീഗ് മോചിപ്പിക്കുമെന്നാണ് അവരുടെ ധാരണ. They will learn in time that they have traded their political freedom for pleasure of one or two leaders. ഒന്നോ രണ്ടോ ലീഡേഴ്സിന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അവര് ഈ ജനതയുടെ സ്വാതന്ത്ര്യം തന്നെ അടിമപ്പെടുത്തിയിരിക്കുന്നു എന്നവർക്ക് വൈകാതെ മനസ്സിലാവുമെന്ന് അംബേദ്കർ പറയുന്നുണ്ട്. ഇതിനകത്ത് അദ്ദേഹം പേരൊന്നും പറയുന്നില്ല മണ്ഡലിന്റെ, പക്ഷേ ഈ ഒന്നോ രണ്ടോ നേതാക്കൾ എന്ന് പറയുമ്പോൾ മണ്ഡലിനെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. 1946 a private letter to a Bengali scheduled caste federation leader, letter made public, അംബേദ്കർ എഴുതിയതാണ്. I have no hesitation in saying that if Pakistan comes into existence, the scheduled caste in Muslim majority areas will be in the most dangerous position in history. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവുകയും അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കഴിയുമ്പോൾ അവിടെ ജീവിക്കുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് ജനങ്ങളായിരിക്കും ലോക ചരിത്രത്തിലെ ഏറ്റവും ദുർബലരായിട്ടുള്ള, വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന പ്രൊട്ടക്ഷൻ പോലും അവിടെ കിട്ടില്ല എന്ന് അംബേദ്കർ അന്നേ പറയുകയുണ്ടായി. ദേ വിൽ ഹാവ് നോ റൈറ്റ്സ്, നോ പ്രൊട്ടക്ഷൻ, നോ ഫ്യൂച്ചർ. അവർക്ക് ഒരു അവകാശം ഉണ്ടാവില്ല, ഒരു സംരക്ഷണം ഉണ്ടാവില്ല, ഒരു ഭാവി ഉണ്ടാവില്ല. എക്സാക്ട്ലി അത് തന്നെയാണ് സംഭവിച്ചത്. ഇനി പാകിസ്ഥാനിൽ ഇപ്പൊ സംഭവിച്ചാലും ബംഗ്ലാദേശിൽ സംഭവിച്ചാലും മണ്ഡലിന് സംഭവിച്ചാലും എല്ലാം അംബേദ്കർ പറഞ്ഞില്ല. എത്ര പ്രോഫറ്റിക് എന്ന് പറയാവുന്ന വാക്കുകളാണ് അംബേദ്കർ 46 പറഞ്ഞത്. ഐ ഹാവ് നോ ഹെസിറ്റേഷൻ ഇൻ സെയിങ് that if Pakistan comes into existence, the scheduled caste in Muslim majority areas will be in the most dangerous position in history. They will have no rights, no protection, no future. 46 അംബേദ്കർ ഇത് സംബന്ധിച്ച് പറഞ്ഞത്. The Calcutta tragedy has proved beyond doubt. കൽക്കട്ട ട്രാജഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആക്ഷൻ. മുസ്ലിം ലീഗ് വയലൻസിലൂടെ മാത്രമേ ഇന്ത്യ മുറിക്കാൻ കഴിയൂ എന്ന് തീരുമാനിച്ച് കൽക്കട്ടയിൽ നടത്തിയിട്ടുള്ള കലാപമാണ് August 16. The Calcutta tragedy has proved beyond doubt that Muslim League is incapable of protecting even the lives of scheduled caste who supported them. പിന്തുണയ്ക്കുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിനെ പോലും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ശേഷിയില്ലാത്തവരാണ് മുസ്ലിം ലീഗ് എന്ന് കൽക്കട്ടയിലെ ഡയറക്റ്റ് ആക്ഷന്റെ തെളിയിച്ചു എന്നാണ് അംബേദ്കർ പറയുന്നത്. I warn every scheduled caste worker in Bengal, do not trust league ministry even for a day. ബംഗാളിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് വർക്കേഴ്സിനോട് ഞാൻ വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു, ഒരു ദിവസം പോലും നിങ്ങൾ ബംഗാളിലെ മുസ്ലിം ലീഗ് സുഹ്രാവാദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ ട്രസ്റ്റ് ചെയ്യരുത്, വിശ്വസിക്കരുത്. 46 ആകുമ്പോഴത്തേക്ക് ഇദ്ദേഹം പേരെടുത്ത് തന്നെ ജോഗേന്ദ്രനാഥ് മണ്ഡലിനോട് പറയുന്നു, ജോഗേന്ദ്ര, you are making the biggest mistake of your life. Jinnah is giving you a sweet words today because he needs your votes to create Pakistan. ഇവിടെ പാകിസ്ഥാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറെ വോട്ട് വേണം, അതുകൊണ്ട് ആ വോട്ട് ബാങ്ക് ആയിട്ട് നിങ്ങളെ പരിഗണിക്കുന്നു ജിന്ന. അതുകൊണ്ടാണ് മധുരം നിറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകുന്നത്. ബട്ട് യു ആർ മേക്കിംഗ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഓഫ് യുവർ ലൈഫ്, ജോഗേന്ദ്ര എന്ന് പറയുന്നത്. The day Pakistan born,
പാകിസ്ഥാൻ ജനിക്കുന്ന ദിവസം യു ആൻഡ് യുവർ നാമശൂദ്രാസ് വിൽ ബി ഫസ്റ്റ് വിക്ടിംസ്. ഓ, ഒരു മനുഷ്യൻ അംബേദ്കറിനെയൊക്കെ ഇവിടെ നമിക്കേണ്ടത് എവിടെയാണ്? അംബേദ്കർ എങ്ങനെ കൃത്യമായി ഇത് പറഞ്ഞു എന്നുള്ളതാണ്. സാധാരണ ഇതിൽ നമ്മൾ കരുതുക എന്താണ്, കുറെയൊക്കെ കഴിഞ്ഞിട്ടേ വർഗീയ കലാപങ്ങളും പിന്നെ ഇസ്ലാമിക് ഡോമിനേഷനൊക്കെ വരൂ, അങ്ങനെയൊക്കെ ഒരു കുറച്ച് തൊട്ടുതേപ്പൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല. ഇസ്ലാമിന് വെൻ ദേ ആർ ഇൻ മെജോറിറ്റി വാട്ട് ദേ ഡു ഈസ് വെരി ക്ലിയർ ആൻഡ് ഇറ്റ് ഈസ്, അത് പ്രഡിക്റ്റ് ചെയ്യാനൊന്നുമില്ല, അത് എഴുതപ്പെട്ട കാര്യമാണ്. അപ്പം അത് അറിയാം, അംബേദ്കർക്ക് അറിയാം. അംബേദ്കർ പറഞ്ഞത് ഡേ പാകിസ്ഥാൻ ഈസ് ബോൺ യു ആൻഡ് യുവർ നാമശൂദ്രാസ് will be the first victims. Mark my words. Within 5 years, you will come running back to India with nothing but clothes on your back. നിങ്ങളിപ്പോൾ മിനിസ്റ്ററായിട്ടൊക്കെ പോയിരിക്കുന്നു. ഞാൻ പറയുന്നു 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് പ്രാണനും കണ്ടോടി തിരിച്ചു വരും. നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല, ഉടുതുണിയും കുറച്ച് എന്തെങ്കിലും ഒരു ഭാണ്ഡക്കെട്ട് നിങ്ങളുടെ മേളിലുണ്ടാവും, അല്ല ഒന്നും ഉണ്ടാവില്ല. ആ രീതി നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് 1946 മധ്യേ അദ്ദേഹം പറയുന്നുണ്ട്. 5 വർഷം പോലും മണ്ഡലം തികച്ചില്ല. എത്ര കൃത്യമായ നിരീക്ഷണമാണ് അംബേദ്കർ നടത്തിയത്. മാർക്ക് മൈ വേർഡ്സ്, വിതിൻ 5 years you will come running back to India with nothing but clothes on your back. അദ്ദേഹത്തിന്റെ 46 തന്നെ മറ്റൊരു പൊതുവായിട്ടൊരു വീക്കായിട്ടുള്ളത്, സം ഷെഡ്യൂൾഡ് കാസ്റ്റ് ലീഡേഴ്സ് ഓഫ് ബംഗാൾ have been made to believe that under Muslim rule they will find a heaven. They will soon discover that this heaven is only a trap. ബംഗാളിലെ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ ലീഡേഴ്സ് എന്തോ ഒരു ധാരണയുണ്ട്, അവർക്ക് മുസ്ലിം ഭരണം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സ്വർഗസമാനമായ അനുഭവമായിരിക്കും, അവരുടെ എല്ലാ യാതനകളും വിവേചനങ്ങളും അവസാനിക്കും എന്നൊക്കെ ഒരു ധാരണയുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ഈ സ്വർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഒരു കെണിയാണ് എന്നാണ് അംബേദ്കർ പറയുന്നത്. അതുപോലെ തന്നെ 46 മറ്റൊരു പ്രസ്താവന, യു ഹാവ് ചോസൺ യുവർ പാത്ത്. ജോഗീന്ദ്രനാഥ് മണ്ഡലിനോട് തന്നെ പറയാണ്. ലോ മിനിസ്റ്റർ പോർട്ട്ഫോളിയോ അദ്ദേഹം അവിടെ സ്വീകരിച്ചു 1946 ഇൻ ദ ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് ജിന്നാസ് നോമിനേഷൻ. അംബേദ്കർ റെഫ്യൂസ് ടു കൺഗ്രാജുലേറ്റ് ഹിം. അഭിനന്ദനം അയക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. നിങ്ങൾ ചെയ്യുന്ന ശരിയായ പണിയല്ല മനുഷ്യ എന്ന് അദ്ദേഹം പറഞ്ഞു. യു ഹാവ് ചോസൺ യുവർ പാത്ത്. നിങ്ങൾ നിങ്ങളുടെ വഴി തെരഞ്ഞെടുത്തു. ഓക്കെ, ഗുഡ്. ഹിസ്റ്ററി വിൽ ജഡ്ജ് വെദർ യു സേവ്ഡ് യുവർ പീപ്പിൾ ഓർ ഡെലിവേർഡ് ദം ടു ദെയർ ഡിസ്ട്രോയേഴ്സ്. ചരിത്രം നിങ്ങളെ വിലയിരുത്തും. നിങ്ങൾ നിങ്ങളുടെ ജനതയെ രക്ഷിച്ചോ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാൻ നടക്കുന്നവരുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തോ എന്ന് ചരിത്രം വിലയിരുത്തട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. 47 അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ചൊരു പ്രസ്താവന നോക്കൂ. ഐ ഹാവ് ടോൾഡ് ദ ഷെഡ്യൂൾ കാസ്റ്റ് ലീഡേഴ്സ് ഇൻ ബംഗാൾ അഗെയിൻ ആൻഡ് അഗെയിൻ ദാറ്റ് പാകിസ്ഥാൻ വിൽ മീൻ ഡെത്ത് ഫോർ ദം. ഞാൻ ബംഗാളിലെ ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ ലീഡേഴ്സിനോട് വീണ്ടും ഞാൻ പറയുന്നു, പാകിസ്ഥാൻ എന്നാൽ മരണം അല്ലെങ്കിൽ നാശം എന്നാണ് അർത്ഥം. മിസ്റ്റർ ജോഗേന്ദ്രനാഥ് മണ്ഡൽ ഈസ് ലീഡിങ് ഹിസ് പീപ്പിൾ ടു എ സ്ലോട്ടർ ഹൗസ്. ജോഗേന്ദ്രനാഥ് മണ്ഡൽ അദ്ദേഹത്തിന്റെ ജനങ്ങളെ, ഷെഡ്യൂൾ കാസ്റ്റുകളെ ഒരു അറബുശാലയിലേക്കാണ് നയിക്കുന്നത്. ഐ വാഷ് മൈ ഹാൻഡ്സ് ഓഫ് ഹിം. ഞാൻ പൈലറ്റ് ചെയ്തോണം, അല്ല പിലാത്തോസ് ചെയ്തോണം, ഞാൻ ഇതിൽ നിന്ന് കൈ കഴുകുന്നു. ഞാൻ ഇയാളോട് പറഞ്ഞു മടുത്തു. ഇയാളെ മുസ്ലിം ലീഗുമായിട്ട് അലയൻസ് ഉണ്ടായിട്ട് ഇസ്ലാമിന്റെ കാരുണ്യവും പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ പോയി ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്ക് തുല്യ നീതിയൊക്കെ കിട്ടുന്ന മനുഷ്യരായിട്ട് ജീവിക്കാമെന്ന് കരുതി പോകുന്ന ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞു തോറ്റു. അവിടെ ഉള്ള അദ്ദേഹം മൂലം മിസ്ലഡ് ആയിപ്പോയ വേറെ കുറെ മനുഷ്യരുണ്ട്. ഐ വാഷ് മൈ ഹാൻഡ്സ് ഓഫ് ഹിം. എനിക്ക് ഈ പാപത്തിൽ പങ്കില്ല എന്നാണ് അംബേദ്കർ പറയുന്നത്.